بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. മുസ്ലിം ഉമ്മത്ത് പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യ അവസരങ്ങളെ വരവേൽക്കുന്നതിൻ്റെ, അല്ലെങ്കിൽ അമലുകൊണ്ട് അതിൽ വ്യാപൃതരാകുന്നതിൻ്റെ ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. നമുക്കറിയാം, ഇസ്ലാമിക ശരീഅത്തിലെ അതിപ്രധാനപ്പെട്ട കർമ്മങ്ങൾ അഖിലം ഉറ്റുനോക്കപ്പെടുന്നത് ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങളിലാണ്. ഹജ്ജും ഉളുഹിയ്യത്തും തുടങ്ങുന്ന സുന്നത്ത് നോമ്പുകൾ അടക്കമുള്ള പകലുകളിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പകലായ അറഫയുടെ പകൽ ഉൾപ്പെടെയുള്ള ധാരാളം ശ്രദ്ധേയമായ വലിയ അമലുകളും അനുഗ്രഹീതമായ സന്ദർഭങ്ങളും. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാപന സ്മരണയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ കാലയളവിൽ മഹാന്മാരായ ഹാജിമാർ ഹജ്ജിന്റെ അമലുകളിൽ അഖിലം ഒരു ഇബ്രാഹിമി സ്മരണയിൽ കഴിയുമ്പോൾ, ഹജ്ജിൽ പങ്കെടുക്കാത്തവർ അവരുടെ ജീവിത പരിസരങ്ങളിൽ ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിമി സ്മരണയിൽ തന്നെയാണ് കഴിഞ്ഞുകൂടുന്നത്. ഉളുഹിയ്യത്ത് കർമ്മം നമ്മുടെ നാട്ടിൽ സുപരിചിതമാണ്, നാട്ടിൽ യഥേഷ്ടം നടത്തപ്പെടുന്നതുമാണ്. ഓരോ വർഷവും അതേക്കുറിച്ച് പറയപ്പെടുന്ന പ്രഭാഷണങ്ങൾ ധാരാളം നമ്മൾ കേട്ടിട്ടുമുണ്ട്. ഉളുഹിയ്യത്ത് കർമ്മത്തിന്റെ ഗൗരവത്തിലേക്ക് നമ്മൾ കൂടുതൽ കടന്ന് ആലോചിക്കേണ്ട ഒരു കാലഘട്ടത്തിലും കൂടിയാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. ഉളുഹിയ്യത്ത് കർമ്മം വഴി ഒരു സമൂഹത്തിൽ സംഭവിക്കാൻ പോകുന്ന ആപത്ത് വിപത്തുകൾക്ക് കാവലെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഖുർആനിന്റെ പരാമർശങ്ങളിൽ ഉളുഹിയ്യത്തിന്റെ അവതരണത്തിന്റെ തൊട്ടു ഉടനെ ശത്രു സഞ്ചയത്തിൽ നിന്നും കാവൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 ഇടങ്ങളിൽ ആ ഖുർആൻ ഉളുഹിയ്യത്തിനെ കൃത്യമായി തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിലൊരു ഭാഗം നമുക്ക് സുപരിചിതമാണ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. ഫസ്വല്ലി, വലിയ പെരുന്നാളിന്റെ നിസ്കാരം, ലിറബ്ബിക വൻഹർ, പിന്നെ ഉളുഹിയ്യത്തിന്റെ അറിവ്. ശേഷം പറഞ്ഞ ആയത്ത് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, ശത്രുവിന്റെ പ്രതിരോധമാണ്. സമൂഹത്തിൽ സമുദായത്തിന്റെ നിലനിൽപ്പിന് ചില കർമ്മങ്ങൾ ഇടപെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഉളുഹിയ്യത്ത് കർമ്മത്തിലൂടെ നാം കാണുന്ന ഈ ആത്മീയ വീക്ഷണം. അള്ളാഹു അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹിജ്റയുടെ 2-ാം വർഷമാണ് ഉളുഹിയ്യത്ത് നടപ്പിൽ വന്നത്. അന്ന് അത് നടപ്പാക്കപ്പെട്ടത് ളുഹാ നേരത്താണ്. ളുഹാ നേരം സ്വർഗീയ സമയമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ സമയം നട്ടുച്ചയല്ല, നട്ടപ്പാതിരയല്ല. സ്വർഗത്തിന്റെ സമയം ളുഹാ നേരമാണ്. ഉളുഹിയ്യത്ത് നടപ്പാക്കപ്പെട്ടത് അറവ് നടക്കാനുള്ള ആഹ്വാനവും അതിന്റെ കർമ്മങ്ങളുമൊക്കെ അന്ന് നടന്നത് ഒരു ളുഹാ നേരത്തായതുകൊണ്ടാണ് ഇതിന് ഉളുഹിയ്യ എന്ന് പേര് വെക്കപ്പെട്ടതെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്യുന്നു. ശഫഈ മദ്ഹബ് അനുസരിച്ച് സ്ത്രീക്കും പുരുഷനും ഇത് സുന്നത്തും മുഅക്കദയാണ്. അതുപോലെ തന്നെ മഹാന്മാരായ ഫുഖഹാ ഈ മൃഗത്തെക്കുറിച്ച് പറയുന്നത് കാതറ്റതും രോഗമുള്ളതും വാലുമുറിഞ്ഞതും ചെനയുള്ളതുമായ മൃഗങ്ങൾ, അതായത് പൊതുവെ ഐബുള്ള മൃഗങ്ങൾ ഇതിനെ പറ്റൂല എന്നുള്ളതാണ്. കേവല മാംസവിതരണത്തിന് വേണ്ടി നടത്തപ്പെടുന്ന ബലിയർപ്പണം എന്നതിനപ്പുറം ഇതിനൊരു ആത്മീയമായ അഴക് നാം കാണേണ്ടിയിരിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉളുഹിയ്യത്ത് ഒരു ആവേശമാണ്. അതെല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഹിജ്റയുടെ 2-ാം വർഷമാണ് ഉളുഹിയ്യത്ത് നടപ്പാകുന്നത് എങ്കിൽ പോലും ഉളുഹിയ്യത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ വളരെ പ്രചാരം നേടിയിട്ടുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ശരീഅത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിന്റെ ആദ്യ അവസരങ്ങളിൽ തന്നെ പൂർവീക സമൂഹത്തിന് ഇതിനോടുണ്ടായ താല്പര്യങ്ങളെ പ്രമാണങ്ങളിൽ കാലങ്ങൾക്ക് മുന്നേ ചർച്ചയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉദ്ഹിയ്യത്ത് കർമ്മത്തെക്കുറിച്ചൊരു മുൻധാരണ ഉണ്ടായിരുന്നു. ഹിജ്റയുടെ 2-ാം വർഷം നിയമമായി വരുന്നതിന്റെ 2 കൊല്ലം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയ്യത്ത് ആഗ്രഹം കൊണ്ട് ചെയ്തിട്ടുണ്ടെന്ന എന്ന് പറഞ്ഞാൽ കൃത്യമായ ഹദീസിൽ കാണാം. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നുണ്ട്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീന, മദീനയിലെ ഹബീബായ നബി തങ്ങൾ താമസിച്ചത് 10 സിനീൻ യുളഹി, 10 വർഷമാണ്. 10 വർഷവും ഉദ്ഹിയ്യത്ത് നിർവഹിച്ചിട്ടുണ്ട്. നിയമം വന്നത് അവസാനത്തെ 8 വർഷത്തിലാണ് നിയമമായി ഉണ്ടായത്. അപ്പോൾ അതിനോടുള്ള ആഗ്രഹം ഒരു മുൻധാരണയിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവല ബലിദാനം എന്ന നിലക്ക് അതിനെ നിർവഹിക്കാൻ ആഗ്രഹം പൂണ്ടിരുന്നു. ആ ആഗ്രഹത്തിന്റെ പിന്നാലെ പിന്നീട് ശറഅ് വരികയും പിന്നീട് 8 വർഷം അത് നിയമമായി തന്നെ ചെയ്യുകയും ചെയ്തു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിശുദ്ധമായ ഖുർആൻ ഉദ്ഹിയ്യത്തിന്റെ പശ്ചാത്തലം ഒരുക്കുന്ന ഒരു ചരിത്ര സംഭവത്തെ വളരെ മനോഹരമായ ഭാഷയിൽ കഥനത്തോടെ കണ്ണീരോടെ അവതരിപ്പിക്കുന്നതായി കാണാം. ഇറാഖിന്റെ ബാബിലോൺ വിട്ടുപോകുന്ന സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ ഫബശ്ശർനാഹു ഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. മുന്നോട്ട് പോവാണ് റബ്ബേ, എന്റെ ഭാവി നിന്റെ കയ്യിലാ, നീ എന്നെ വഴി നടത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് ബാബിലോൺ വിട്ടുപോവാണ്. BC 2000 കാലം ഇറാഖിന്റെ ബാബിലോൺ വിട്ടുപോകുന്ന സമയത്ത് ചരിത്രം വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് 40 വയസ്സ് എത്തുന്നതിന് മുമ്പ് തന്നെയാണെന്ന്. പക്ഷേ ആ മഹാനുഭാവൻ അള്ളാഹുവോട് ദുആരക്ക, പടച്ചോനെ എനിക്ക് സന്താന ലബ്ധി വേണം, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ മക്കളെ വേണം. അള്ളാഹു തആല ആ മനുഷ്യന്റെ 86-ാമത്തെ വയസ്സിലാണ് മകനെ നൽകുന്നത്. 86-ാമത്തെ വയസ്സിൽ സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം 86 വയസ്സിൽ ജനിച്ച മകനെ ബലി അർപ്പിക്കുന്നത് പിന്നീട് 13 വർഷങ്ങൾക്ക് ശേഷമാണ്. ഏകദേശം ഇബ്രാഹിം നബിയുടെ പ്രായം ഇപ്പോൾ 100 വയസ്സ്, മകന്റെ പ്രായം 13 വയസ്സ് അല്ലെങ്കിൽ 14 വയസ്സ്. ഒരഭിപ്രായത്തിൽ 7 വയസ്സാണെന്നുണ്ട്. ഏതായാലും 14-ൽ തന്നെ നിൽക്കട്ടെ. 100-ാമത്തെ വയസ്സിൽ ബലിയർപ്പണത്തിന് കൊണ്ടുപോകുന്ന പിതാവിന്റെ സ്വകരങ്ങൾ കൊണ്ട് തന്നെ ചെയ്യണമെന്നാ പറഞ്ഞത്. എത്ര വലിയ ധർമ്മസങ്കടത്തിൽ ഒരു മനുഷ്യൻ പെട്ടുപോകാൻ കഴിയും. അത്രയും ത്യാഗമാണത്. ആരെങ്കിലും ഏൽപ്പിക്കല്ല വേണ്ടത്, സ്വന്തം കൈ കൊണ്ട് കൺമുന്നിലിട്ട് സ്വന്തം കുഞ്ഞിനെ അറുക്കണം. 100-ാമത്തെ വയസ്സിലുള്ള ഹൃദയത്തിന്റെ ആ വാത്സല്യം എത്രയാണ്. ശരാശരി 20 വയസ്സിൽ ഒരു പിതൃത്വത്തിന്റെ സ്നേഹവായ്പകൾ മനസ്സിൽ വരുന്ന ഒരു ഹോർമോൺ സംവിധാനം ഒരു മനുഷ്യ ശരീരത്തിലുണ്ട്. 20 വയസ്സ് മുതൽ ഒരു പിതാവിന്റെ വാത്സല്യത്തെ കൊടുക്കാനുള്ളത് ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 20 വയസ്സ് കഴിഞ്ഞ് 40 വയസ്സിലെത്തുമ്പോൾ ഒരു പിതാവിന്റെയും അദ്ദേഹത്തിന്റെ പിതാവിന്റെയും വാത്സല്യമുള്ള മനസ്സ്, 40-60ലേക്ക് എത്തുമ്പോൾ 3 തലമുറയോടുള്ള വാത്സല്യം അടുക്കി വെച്ചിരിക്കുന്ന മനസ്സ്, 60-80 കഴിഞ്ഞ് 100-ല 5 തലമുറയോട് തോന്നാവുന്ന വാത്സല്യത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ആ മനുഷ്യനോട് സ്വന്തം കൈകളിൽ കത്തി അമർത്തി പിടിച്ചുകൊണ്ട് പൊന്നുമോന്റെ കഴുത്തെറുക്കാൻ പറഞ്ഞത്. ഇത് ഏതെങ്കിലും ഒരു ഊഹാപോഹത്തിന്റെ പേരിൽ തള്ളിക്കളയല്ല ചെയ്തത്. നേർക്കുനേർ വഴി വരുന്നതിന് പകരം മഹാനവറുകൾ സ്വപ്നം കാണാ ചെയ്തത്. അവിടെയും അതിനെ തള്ളുമോ കൊള്ളുമോ എന്ന ഒരു പരീക്ഷണവും വേറെയുണ്ട്. ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം അത് തള്ളല്ല ചെയ്തത്, അത് കൊള്ളുകയാണ് ചെയ്തത്. എത്ര മനോഹരമായ രീതിയിൽ ഖുർആൻ അത് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ فبشرناه بغلام حليم فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين
وفديناه بذبح عظيم وتركنا عليه في الآخرين سلام على إبراهيم. കണ്ണീരോടുകൂടെ അല്ലാതെ ഇത് പാരായണം ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഖലീലിനെ അള്ളാഹ് പരിഗണിച്ചത് എങ്ങനെയാ? എത്ര വലിയ പരീക്ഷണം! ഇതുപോലൊരു പരീക്ഷണത്തെ ഒരു സൃഷ്ടി അഭിമുഖീകരിച്ചിട്ടില്ലെന്ന ഈ ആയത്തുകൾ സൂചിപ്പിച്ചത്. ഇന്നഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. തീക്കുണ്ടായത്തിൽ പോയതൊന്നും ധാർമ്മികമായ അല്ലെങ്കിൽ മാനസികമായ അതൊരു വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. സ്വന്തം അനുഭവിച്ചാൽ മതി. പൊന്നുമോനെ അറുക്കാ, പൊന്നുമോൻ മരിച്ചു പോയതല്ല, അറുക്കാ, സ്വന്തം കൈ കൊണ്ടിറക്കാം. ഇതൊരു വല്ലാത്ത പരീക്ഷണമായിരുന്നു. ഇന്നഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇതൊരു വല്ലാത്ത പരീക്ഷണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനവറുകൾക്ക് കുഞ്ഞിനെ നൽകി. ബിഗുലാമിൻ ഹലീം എന്ന് പറഞ്ഞത് കുഞ്ഞായിരിക്കെ പറയേണ്ട പ്രയോഗ ഗുലാം. ഹലീം എന്നത് ഒരു വലിയ മനുഷ്യനിൽ ചെയ്യേണ്ട ഒരു അല്ലെങ്കിൽ ചാർത്തേണ്ട ഒരു വിശേഷണമാണ്. സഹിഷ്ണുത, എന്തും സഹിക്കാനുള്ള കപ്പാസിറ്റി വലിയ ആൾക്കുള്ളത് ആ കുഞ്ഞിന് അന്നേ ഉണ്ട്. അതിനെ അള്ളാഹ് സൃഷ്ടിച്ചത് അങ്ങനെയാ. ആ കുഞ്ഞ് അങ്ങനത്തെ വർത്തമാന പറഞ്ഞത്. സഈന്റെ പ്രായമെത്തിയപ്പോൾ, സഈ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ തീരുമാനിക്കപ്പെടുന്ന ഒരു പ്രായം. ഈ കുട്ടി എഞ്ചിനീയർ ആവണോ ഡോക്ടർ ആവണോ ഒരു 10-13 വയസ്സിൽ, അതേക്കുറിച്ചുള്ള ആ കുട്ടിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പിതാവിന്റെ മനസ്സിൽ വീണ്ടും പൂത്തുലയുന്ന ഒരു പ്രായവും കൂടി കുട്ടി എത്തിയ നേരത്ത് മനസ്സിൽ കുട്ടിയോടുള്ള സ്നേഹവും വാത്സല്യത്തിനോടൊപ്പം ആ കുട്ടിയിലുള്ള പ്രതീക്ഷകളും വളർന്നു. ഇനി അറുക്കണം എന്നാ പറയാ, അല്ലാതെ ചെറുപ്പത്തിൽ മരിച്ചു ഇതല്ല, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അറുക്കണം എന്നല്ല. ആ കുട്ടി എവിടേക്ക് തിരിയണമെന്ന് നിർണയിക്കപ്പെടുന്ന ഒരു പോയിന്റിലാണ് ഇപ്പൊ വയസ്സ് നിൽക്കുന്നത്. ഇതിനപ്പുറം ഒരു മനുഷ്യൻ ധാർമ്മികമായ ഒരു സങ്കടത്തിലെത്താൻ വേറെ ഒരു സന്ദർഭമില്ല. സന്ദർഭത്തിന്റെ പരിപൂർണതയെ അള്ളാഹു ചിത്രീകരിച്ചിട്ട് അതിനെ സംവിധാനിച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ഈ പരീക്ഷണത്തിലേക്ക് മഹാനവറുകളെ കൊണ്ടുവരുന്നത്. അള്ളാഹു തആല പരീക്ഷിച്ചോടത്തൊക്കെ 100 മാർക്കെന്ന ഖുർആൻ പറഞ്ഞത്. സമ്പൂർണ്ണ മാർക്ക് വാങ്ങിയ ആൾക്ക് പറയുന്ന പേരാണ് സയ്യിദുനാ ഇബ്രാഹിം. ഒന്നുകൂടി കുറച്ച് റെസ്പെക്റ്റ് ആവാം. സയ്യിദുനാ ഇബ്രാഹിം അല്ലാഹു അറുക്കാൻ പറഞ്ഞു. ഇന്നി അറാ ഫിൽ മനാം. അല്ലാഹു അറുക്കാനുള്ള നിർദ്ദേശം മഹാനവറുകൾ അറിയിച്ചത് സ്വപ്നം വഴിയാണ്. 3 വട്ടം സ്വപ്നം കണ്ടു എന്നാ ഉള്ളത്. ആദ്യ വട്ടം സ്വപ്നം കണ്ടപ്പോ ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് മഹാനവറുകൾ 100 ആടുകൾ അറുത്തു. അതിന്റെ മാംസങ്ങളെ മിനാ താഴ്വരയിൽ അല്ലെങ്കിൽ അള്ളാഹു നിർദ്ദേശിച്ച മറ്റൊരിടത്ത് കൂട്ടിയിട്ടപ്പോൾ ആകാശത്തിൽ നിന്നും തീ വന്നുകൊണ്ട് ഈ മാംസത്തെ വിഴുങ്ങിയാൽ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയായെന്ന് അതിനർത്ഥം. അങ്ങനെ തീ വരികയും വിഴുങ്ങുകയും ചെയ്തു. പിന്നെയും സ്വപ്നം ആവർത്തിച്ചു. അപ്പോഴെന്താണിത്? വീണ്ടും അറുക്കണം എന്നാണ്. അപ്പൊ മഹാനവറുകൾ ഏതെങ്കിലും ഒരു അറവായിരിക്കുമെന്ന് കരുതി ആടിൽ കുറഞ്ഞു പോയോ, എന്നാൽ ഒട്ടകം തന്നെ ആവട്ടെ എന്ന് സയ്യിദുനാ ഇബ്രാഹിം 100 ഒട്ടകത്തെ അറുത്തു. അപ്പോഴും ഇതുപോലെ തന്നെ തീ വന്ന് ആ ഖുർബാൻ വിഴുങ്ങി എന്നാണ്. അപ്പൊ സമാധാനിച്ചു, ഇനി ആവർത്തിക്കില്ല. പിന്നെയും കണ്ടു ഒരാള് വന്നു പറയുന്ന പോലെയാ കണ്ടത്. ഒരു സ്വപ്നത്തെ ഇത്ര അവലംബിക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ വഹയിന്റെ 46 ഒരു അംശമാണ് സ്വപ്നം എന്ന് സഹീഹുൽ ബുഖാരി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വപ്നത്തിലൂടെയാണ് ഇസ്ലാമിക ശറഇലെ പലതും വന്നത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം എങ്ങനെ ആ ഷറഫാക്കപ്പെട്ട മയ്യത്ത് കുളിപ്പിക്കണം സ്വഹാബത്ത് സ്വപ്നം കണ്ടതാണ്. ഇസ്ലാമിക ശരീഅത്തിൽ വാങ്ക് നിയമമായി ഈ ഉമ്മത്തിൽ ഏൽപ്പിക്കപ്പെട്ടത് സ്വപ്നം വഴിയാണ്. നിരവധി കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞു സ്വപ്നം മുഅ്മിനിന്റെ വഹി എന്ന്. എന്നാൽ അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം നേർക്കുനേർ വഹി തന്നെയാണ്. സ്വപ്നം വഹിയായി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ 6 മാസ കാലയളവിൽ ഉണ്ടായിരുന്നു എന്നും ചരിത്രത്തിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 3-ാം വട്ടം കണ്ടത് ഒരാൾ വന്നു പറഞ്ഞു അറുത്തേ പറ്റൂ. അപ്പോഴാ മകനെ അറുക്കണമെന്ന തീരുമാനം ചരിത്രത്തിൽ കാണാം. ആകാശത്തിന്റെ ചുവട്ടിൽ അശ്രുക്കൾ പൊഴിഞ്ഞോടത്ത് ഏറ്റവും വലിയ സങ്കടത്തിന്റെ അങ്ങുമിങ്ങും ശ്വസന നിശ്വാസ ശബ്ദങ്ങൾ പോലും സംഭാഷണം നടത്തിയ മൗനത്തിന്റെ ഒരു പാതിരാവിന്റെ പരാപര വെളിച്ചത്തിന്റെ മറ്റൊരു സന്ദർഭം വേറെ കാണാനില്ല. സങ്കടം കൊണ്ട് മോനം കണ്ട് ചേർത്ത് പിടിച്ചിട്ട് സുബഹി വരെ കരഞ്ഞു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാതെ നിർദാക്ഷിണ്യം കൊണ്ടുപോയി അറുക്കല്ല ചെയ്തത്. ചിന്തിച്ചു നോക്കണേ.
പൊന്നുമോനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നി അറാ ഫിൽ മനാം, ഞാൻ സ്വപ്നം കണ്ടു മോനെ, അന്നി അദ്ബഹുക, നിന്നെ ഞാൻ അറുക്കണം, ഫൻദുർ മാദാ തറാ, നിന്റെ അഭിപ്രായം എന്താ? ചോദിക്കേണ്ടതില്ല. പക്ഷെ ഈ കുട്ടിയുടെ സൃഷ്ടിപ്പ് തന്നെ വലിയ പക്വത ഉള്ള വർത്താനം പറയുന്ന സൃഷ്ടിപ്പ. പിതാവിന്റെ തീരുമാനത്തിൽ പിതാവിനോടൊപ്പം ഈ മകനും പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. അത്ര പക്വതയാണ്. പിതാവിനോട് മകന്റെ മറുപടി അതിലേറെ അത്ഭുതപ്പെടുത്തുന്ന വാക്കുകളായി. അബത്ത് എന്ന പ്രയോഗം സ്നേഹം കൂടുമ്പോൾ കാണപ്പെടുന്നതാണ്. അറുക്കണ കാര്യം വാപ്പ അങ്ങോട്ട് പറയുമ്പോൾ തിരിച്ചു മുഖം ചുളുങ്ങുകയോ കണ്ണിൽ നിന്നും തീപാറുകയോ ചെയ്തില്ല. മകൻ തിരിച്ചു പറഞ്ഞത് സ്നേഹത്തിന്റെ വർത്താനം, യാ അബത്തി, ഓ എന്റെ സ്നേഹമുള്ള വാപ്പാ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, അങ്ങയോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്തോന്നാ പറഞ്ഞത്, അല്ലാതെ അറുത്തോന്നല്ല. അറുത്തോ എന്നാണ് മറുപടി പറയുന്നത് എങ്കിൽ അവിടെ പരിമിതം. അള്ളാഹു പറഞ്ഞത് അറുത്ത് തുണ്ടം തുണ്ടമായി വലിച്ചെറിയാനാണോ? എന്നാൽ ചെയ്തോ, എനിക്ക് പ്രശ്നമല്ല. റബ്ബ് എന്ത് കൽപ്പിച്ചോ അത് തന്നെ ചെയ്തോ. സത്തജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ദൗഹിയത്തിന്റെ അസ്ല്. സ്വഹാബത്ത്, ഈ ത്യാഗത്തെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒന്ന് അനുകരിക്കണ്ടേ? സ്വഹാബത്ത് ചോദിച്ചല്ലോ, അൻ സയ്യിദ് ഇബ്നു അർഖം ഖാല റസൂൽ ഖാല സ്വഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസ്, മഹാനായ ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസ്. മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചല്ലോ, മാ ഹാദിഹിൽ അല്ലാഹ യാ റസൂലല്ലാഹ്, ഈ ഉളുഹിയത്ത് കർമ്മത്തിന്റെ യുക്തി എന്താണ് നബിയേ? ഈ ഉളുഹിയത്ത് കർമ്മത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് പുണ്യ നബിയോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സുന്നത്തു അബീകും ഇബ്രാഹിം, പ്രിയപ്പെട്ട പിതാവ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം മിനാ താഴ്വരയുടെ പാറക്കെട്ടിന്റെ ചുവട്ടിൽ പൊന്നുമോനെ കമഴ്ത്തി കിടത്തി അറുക്കാൻ ശ്രമിച്ചതില്ലേ? അതിന്റെ അനുകരണം, അനുധാവനമാ ഉളുഹിയത്ത് കർമ്മത്തിലൂടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കമഴ്ത്തിയാ കിടത്തിയത്, ഞാൻ മനഃപൂർവ്വം പറഞ്ഞത് അങ്ങനെ. കാരണം ഈ മകന്റെ പക്വതയിൽ ഉതിർന്ന വാക്കുകളാ വാപ്പ എന്നെ കമഴ്ത്തി കിടത്തി അറക്കാവൂ എന്നത്. വാപ്പയെടുത്ത തീരുമാനമല്ല, മകന്റെ അഭിപ്രായത്. മുഖം കണ്ടാൽ വാപ്പയുടെ കൈ വറയ്ക്കാതിരിക്കാൻ എന്നെ കമഴ്ത്തിയേ പറ്റൂ എന്ന് പൊന്നുമോൻ ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞതായി നിങ്ങളൊന്ന് ഓർക്ക പറയും മനുഷ്യന്മാരെ. സയ്യിദുനാ ഇസ്മായിൽ അങ്ങനെയാണ് ചരിത്രത്തിലുള്ളത്. ഇബ്രാഹീമി ഇത്തിബാൾ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹീമി ഇത്തിബാൾ ചെറിയ കാര്യമല്ല. അള്ളാഹുവിന്റെ ഹബീബിനോട് ഒരാള് പോയ വഴിക്ക് അതുപോലെ പോകണമെന്ന് അള്ളാഹ് പറയണമെങ്കിൽ ആ ഒരാള് അത്ര വലിയവനായിരിക്കണം. സയ്യിദുനാ ഇബ്രാഹിം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രികീൻ ശാകിറൻ ലിഅൻഉമിഹി ജതബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം وآتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين. ഭാഷക്കപ്പുറത്തേക്ക് അവതരണത്തെ കൊണ്ടുവന്നു ഖുർആൻ. ഭാഷക്കപ്പുറത്തേക്ക് ഒരാളെ വർണ്ണിക്കാൻ ഖുർആന്റെ വാക്കുകൾ. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ്. ഇബ്രാഹിം ഒരു സമൂഹമാണെന്ന് ഖുർആൻ. ഒരു വ്യക്തിയെ ഒരു സമൂഹം എന്ന് പറഞ്ഞു.
ഭാഷയ്ക്കപ്പുറത്തേക്ക് അവതരിപ്പിച്ചേ പറ്റൂ. അങ്ങനത്തെ ഒരു വ്യക്തി പ്രഭാവത്തെ കുറിച്ച് പറയേണ്ട പേരാണ് സയ്യിദുനാ ഇബ്രാഹിം. 69 സ്ഥലത്താണ് അള്ളാഹുവിന്റെ ഖുർആൻ ആ പേര് പറഞ്ഞിട്ടുള്ളത്. ഖലീലുല്ലാഹി നബി ഇബ്രാഹിം. സൃഷ്ടി എന്ന നിലയിൽ അള്ളാഹുവിന്റെ എല്ലാ ഔദാര്യങ്ങളും കിട്ടിയിട്ടുള്ള മഹാൻ. കമാ സല്ലൈത അലാ ഇബ്രാഹിം എന്നാ പറയാ, മുസബ്ബഹ് ബി അലയാണെന്ന വലിയൊരു ചർച്ച തന്നെ ആ സ്വലാത്തിലുണ്ട്. ഇബ്രാഹിം നബിക്ക് ചെയ്തത് പോലത്തത് ഇവിടെ ചെയ്യുന്ന പറഞ്ഞത് അഷ്റഫുൽ ഖൽഖിന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിനോട് ഇബ്രാഹിം ഈ വർണ്ണനയുടെ ശേഷം അള്ളാഹു പറഞ്ഞു, ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا. ആ മില്ലത്തിൽ ഇത്തിബാഅ് അനിവാര്യം നബിയെ. പരിശുദ്ധ ഖുർആൻ ആ ഇത്തിബാഇന്റെ അംശമാ ഉദ്ഹിയ. അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബത്ത് ചോദിച്ചു, കൂലി എന്താ നബിയെ? വമാ ലനാ ഫീഹാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ബികുല്ലി ശഅരിൻ ഹസനാ, ബികുല്ലി ശഅറത്തിൻ ഹസനാ. ഓരോ രോമത്തിന്റെ കണക്കനുസരിച്ച് അല്ലാഹ് കബൂലാക്കിയ നന്മയെ നിന്റെ ഏടിലേക്ക് രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഉളുഹിയത്താരറുക്കുന്നു എന്നാൽ അവനത് പാലം സിറാത്തിൽ മർക്കബെന്നാണുള്ളത്. പറയുന്നു തിരുനബി, ഏതൊരാൾ ഉളുഹിയത്ത് അറുത്താലതെത്തും നാളെ ഖബർ സമീപത്ത്. നമ്മുടെ ഈ മൃഗങ്ങളൊക്കെ ഖബറിൽ വരും മുഅ്മിനേ. ഖബറിന്റെ ഇരുട്ടിൽ നിന്നും നമ്മൾ പുറത്തേക്ക് പോകുന്ന ഒരു വെളിച്ചത്തിന്റെ വിശാലതയിലേക്ക് കാണിക്കുന്ന വെപ്രാളമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസ് ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഏത് സൂറത്താ ഇത്? നിങ്ങൾ എന്തെങ്ങനെ ഇരിക്കണ? ഏത് സൂറത്താ? സൂറത്ത് യാസീൻ. ഒന്ന് കയറിയിരുന്നേ. സൂറത്ത് യാസീൻ. സൂറന്ന കാഹളത്തിലെ ഊത്ത് പ്രതീക്ഷിച്ച് കിടക്കുന്നവർ ഖബറിലുണ്ട്. ആ സമയം ആ ഊത്തിന്റെ പ്രകമ്പനത്തിൽ ഖബർ പൊളിച്ച് ഓടും. ഇലാ റബ്ബിഹിം യൻസിലൂൻ. റബ്ബിന്റെ വിളി കേട്ട് പേടിച്ചോടുന്നവരുണ്ട്, സന്തോഷിച്ചോടുന്നവരുണ്ട്. ആ സമയം നമ്മൾ ഓടുന്ന നേരം 2 തരത്തിലുള്ള വർത്തമാനം കേൾക്കാം. ഒന്ന് വിലപിച്ച് പറയുന്നതാ, ഒന്ന് സന്തോഷിച്ച് പറയുന്നതായ. വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. വരാനുള്ള മഹ്ശറ, സിറാത്തിന്റെ മൂർച്ചയുള്ള അഗ്രം, നരകത്തിന്റെ ആർത്തിരമ്പുന്ന തീനാളങ്ങൾ, അതേലൊക്കെ എന്റെ ഓർമ്മ പോകുമ്പോൾ ഞാൻ കിടന്നുറങ്ങിയ ഖബറിന്റെ ഞെരുക്കം എന്റെ മണിയറയല്ലേ. ഖബർ എനിക്ക് ഉറക്കമല്ലേ. ആരടാ എന്റെ ഉറക്കം ഭംഗം വരുത്തിയത്? യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. നരകത്തിലേക്ക് പോകേണ്ടവൻ പറയുന്നത് അങ്ങനെയായിരിക്കുമെന്ന് ഖുർആൻ. അല്ലാഹു അതിൽ പെടുത്താതിരിക്കട്ടെ. രണ്ടാമത്തെ ഒരു വർത്തമാനമുണ്ട്. ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. മഹാന്മാരായ അംബിയാ മുർസലീങ്ങൾ പറഞ്ഞത്, റഹ്മാനായ തമ്പുരാൻ വഅദ ചെയ്തത് ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന മനോഹരമായ കാഴ്ചയിലേക്കല്ലേ ഞങ്ങൾ പോകുന്നതെന്ന് സ്വർഗവാസി പറയുമെന്ന് ഖുർആൻ. ഓടാണ്. ആ സമയത്തോ ഓടേണ്ടതില്ല. നിന്റെ ഖബറിലേക്ക് അതാ ഉളുഹിയത്തിന്റെ മൃഗം കടന്നു വരികയാണ്. സ്വർഗത്തിലേക്ക് പോകേണ്ടവൻ, ഉളുഹിയത്ത് കബൂലായവൻ, ഖബറാളി ഓടാൻ ശരീരത്തിലെ പൊടികൾ തട്ടി മാറ്റിയിട്ട്
എഴുന്നേറ്റ് വരുമ്പോഴേക്കും അതാ ഒരു മൃഗം വന്നുകൊണ്ട് അതിന്റെ തല കുലുക്കിയിട്ട് പുന്നാരം കാണിക്കുന്നു, കുസൃതി കാണിക്കുന്നു. ഖബറാളി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ മൃഗത്തിന്റെ ശരീരത്തിൽ വല്ലാത്ത തിളക്കമാ. ഒന്നുകൂടി നോക്കിയപ്പോൾ അതിൽ കിളിർത്തിരിക്കുന്ന രോമം മുഴുവനും സ്വർണമാ. നബി മുഹമ്മദ് മുസ്തഫ. ആ കുസൃതി കുടുക്ക ഖബറാളിയുടെ നേരെ കൊമ്പ് കുലുക്കിയപ്പോൾ ആ കൊമ്പിലേക്ക് ഖബറാളി നോക്കി. ആ കൊമ്പ് തനി കട്ടിപ്പൊന്നാ നബി മുഹമ്മദ് മുസ്തഫ. തിളക്കമാർന്ന കണ്ണുകൾ ചിമ്മി ചിമ്മി അഴക് തീർക്കുമ്പോൾ ഖബറാളി ആ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഇരു കണ്ണുകളും മാണിക്യമാ. അത് സാഹിബുൽ ഖബറോട് പറയും, വന്ന് ഞാൻ നിന്റെ ഉളുഹിയത്താ നടക്കരുതിന്ന്. ഉടൻ തന്നെ കയറും തൽക്ഷണം കുതിക്കുന്നതാ അർശിന്റെ ചുവട്ടിൽ ചെന്നതും നിൽക്കുന്നതാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര വലിയ ഭാഗ്യമാ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉളുഹിയത്തിന്റെ മൃഗം വാങ്ങാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ ആ ദൂരത്തെ കണക്കാക്കിയാൽ കാല് പറിച്ചു വെച്ച ചവിട്ടടിയുടെ കണക്ക് പോലെ കൂട്ടിയാൽ ഓരോ ചവിട്ടടിക്കും അല്ലാഹു നന്മ രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു പറയുകയാ. കച്ചവടത്തിന്റെ നേരത്തെ സംഭാഷണങ്ങളിൽ കളവ് വരല്ല മുസ്ലിമേ, ഇല്ലാത്തത് പറയല്ലേ. കച്ചവട നേരത്ത് ഉദ്ഹിയത്ത് കർമ്മത്തിന് വേണ്ട മൃഗം വാങ്ങാൻ പോകുന്ന കച്ചവട നേരത്ത് ആ സമയത്ത് പറയുന്ന വാക്കുകൾക്ക് തസ്ബീഹിന്റെ കൂലിയാ സയ്യിദുനാ അലി. ഒരു സാധാരണ പരിപാടിയല്ലത്. ചില ആളുകൾ മൃഗം വളർത്തിയിട്ട് വിൽക്കും ഉദ്ഹിയത്തിന് വേണ്ടി, ഉദ്ഹിയത്തുകാർക്ക് വേണ്ടിയിട്ട് കൊടുക്കും. അവർക്ക് ഈ കൂലിയുണ്ട്, തസ്ബീഹിന്റെ കൂലിയാ. പോരാ, മഹാന്മാരായ അമ്പിയാക്കൾ അമ്പരന്ന് പോയ ഒരു മഹത്തായ കർമ്മമാണ്. നുസ്ഹയിൽ കാണാം, ദാവൂദ് നബി അല്ലാഹുവോട് സംസാരിക്കുന്നുണ്ട്. വിഷയം ഉളുഹിയത്താ. അല്ലാഹുവോട് ചോദിച്ചു, അവസാന കാലഘട്ടത്തിൽ നീ വച്ചിരിക്കുന്ന ഉളുഹിയത്ത് കർമ്മമുണ്ടല്ലോ റബ്ബേ, അതിന്റെ പ്രതിഫലം എന്താ? ഓരോ രോമത്തിനും 10 നന്മ. ഒരു മൃഗത്തിന്റെ ഓരോ രോമത്തിനും 10 നന്മ. അതോടൊപ്പം തന്നെ 10 പാപങ്ങൾ അല്ലാഹു മാച്ചു കളയും. അഫ്വ് എന്ന് പറഞ്ഞു. അഫ്വ് എന്ന് പറഞ്ഞാൽ പാപം ചെയ്തതായ റെക്കോർഡിലില്ല. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപമുണ്ട്, പക്ഷെ അത് കട്ട് ചെയ്ത് കളഞ്ഞത് കാണും, ഒരു റെഡിങ് അവിടെ ഉണ്ടാവും. അഫ്വ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പാപം മനുഷ്യൻ ചെയ്തിട്ടില്ല, ഹിസ്റ്ററി ഇല്ല, അങ്ങനെ ഒരു പാപത്തിന്റെ ഹിസ്റ്ററി ഇല്ല. അതോടൊപ്പം തന്നെ അവന്റെ പദവി അല്ലാഹു ഉയർത്തുമെന്ന് സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാമിനോട് റബ്ബ് പറഞ്ഞതായി കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഉദ്ഹിയത്ത് കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ ആലോചിച്ചോ, അല്ലാഹ് തന്നത് എത്രയെന്ന് അല്ലാഹ്ക്കറിയാം. അല്ലാഹ് തന്നത് എത്രയെന്ന് അല്ലാഹുവിനറിയാം. ആപത്തുകൾക്ക് കാവലാണ് ഏറ്റവും ശക്തമായ പ്രതിഫലമുള്ള സദഖ. അത് ഉളുഹിയത്ത് കർമ്മത്തിന്റെ മാംസ വിതരണമാണെന്ന് പുണ്യനബി. ഇന്ന സദഖത ലതുത്ഫിഉ ഗൾബ റബ്ബി വതദ്ഫഉ മീതതസ്സൂ സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മുടെ നാളെയിൽ നമുക്ക് വരാനിരിക്കുന്ന ആപത്തുകൾ, മുസീബത്തുകൾ, രോഗങ്ങൾ, മാരക വിപത്തുകൾ, എന്തിനേറെ ഒരു സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുന്നതായ വലിയ വലിയ സങ്കടങ്ങൾക്ക് ഒരു വർഷത്തിൽ ഒരിക്കൽ നൽകുന്ന സമൂഹം നൽകേണ്ട ഒരു കാവലാണ് ഉളുഹിയത്ത് കർമ്മമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹ് തന്നത് എത്രയെന്ന് അല്ലാഹ്ക്കറിയാം. എത്ര നിന്റെ കയ്യിലുണ്ടെന്ന് നിനക്കും അറിയാം. ഒരു ഉളുഹിയത്ത് കർമ്മത്തിന്റെ ഷെയർ കൊടുക്കാൻ വെറും 10,000 രൂപ എന്നത് ഒരു ലാബിൽ നീ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ടെസ്റ്റിന്റെ റിസൾട്ടിന് നീ കൊടുക്കേണ്ട പൈസയോളം ആവുന്നില്ല. ആ ലാബിന്റെ വരാന്തയിൽ എത്താതെ ഒരു കാവൽ എനിക്കുണ്ടാവണം. അള്ളാഹുവിന്റെ കച്ചവടം മെച്ചപ്പെടണം, എന്റെ മക്കൾ നന്നാവണം, എന്റെ കാലുവേദന എത്ര കാലമായി തുടങ്ങിയിട്ട് ഞാൻ അനുഭവിക്കുന്ന ഈ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ
ആകാശത്തിന്റെ ചുവട്ടിൽ മാനവകുലം കണ്ട രണ്ടാമത്തെ മഹാൻ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള ആദരവ് മനസ്സിൽ കൊണ്ട് ആ ഇത്തിബാഇന്റെ ഭാഗത്തിൽ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ചേരുന്നു എന്ന പ്രതിജ്ഞയോടുകൂടെ അല്ല തന്നതെന്ന് എന്തെന്ന് നമുക്ക് ബോധ്യമുള്ളതിനോടുകൂടെ ഇതിന് പകരം നീ എനിക്ക് തരുമല്ലോ അല്ല, ഞാൻ ടൈറ്റാണ്, എന്നാലും ഈ വർഷത്തെ ഉളുഹിയത്തിൽ ഞാനും കൂടുന്നുണ്ട്. അങ്ങനെ ഈ കഥകൾ മുഴുവനും പ്രിയപ്പെട്ടവളോട് പറഞ്ഞപ്പോ ഭാര്യയും പറഞ്ഞെന്ന് എനിക്കും ഒരു ഷെയർ വേണം, സമ്പത്തുണ്ടോ, എന്നാൽ കൂടണം. ഞാൻ പറയട്ടെ, മഹല്ല് സംവിധാനങ്ങളിലൂടെ ഷെയർ അടിസ്ഥാനത്തിൽ ഉളുഹിയത്തിനുള്ള ഒരു വലിയ ശ്രമങ്ങൾ നടക്കുമ്പോ അവിടെ നമ്മൾ മുഖം തിരിഞ്ഞു നിൽക്കല്ല വേണ്ടത്. നമ്മുടെ കുടുംബത്തിന്റെ കാവലിന്, ഒരു വർഷത്തെ കാവലിന്, ഒരു വർഷത്തെ അനുഗ്രഹങ്ങൾ റബ്ബിൽ നിന്നും നേടിയെടുക്കാൻ, അനുഗ്രഹ ലബ്ധിക്ക് നമ്മൾ ഉളുഹിയത്ത് കർമ്മത്തിലേക്ക് ഇറങ്ങി തിരിക്കണമെന്നത് കാലങ്ങളോളം ഉപദേശിച്ചിട്ട് ഇനിയും നമുക്കൊരു മാറ്റമില്ലെങ്കിൽ സഹോദര, നിഅമത്തുകൾ ഏത് സമയവും അല്ലാഹു എടുത്തു മാറ്റും. ഏതെങ്കിലും ഒരു ചെറിയ രോഗം കൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ സർവ്വസമ്പാദ്യങ്ങളും ഇന്ന് ചെലവഴിക്കേണ്ട അവസ്ഥയിലേക്ക് ചികിത്സകൾ ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, കോടികളിലേക്ക് മാറിയിരിക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കാവൽ മനസ്സിൽ കരുതിയിട്ട് തന്നെ നിയ്യത്ത് വെച്ച് കൊടുത്തോളൂ. ഒരു കുടുംബത്തിന് ഒരു കുടുംബനാഥന്റെ സദഖ കൊണ്ട് പരിഹൃതമാകുന്ന രീതിയിലേക്ക് ഉളുഹിയത്തിൽ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വർഷം കടങ്ങളുണ്ട്, കട അല്ലാഹു വീട്ടിത്തരും. കടങ്ങളുടെ കൂടെ നമുക്കൊരു ഉളുഹിയത്ത് അറക്കാൻ കഴിഞ്ഞപ്പോ ആ കടം വീടാൻ അതൊരു ബർക്കത്തായിരിക്കും. അള്ളാഹു സഹായിക്കുമെന്നത് തീർച്ചയാണ്. റബ്ബിന്റെ സഹായം കിട്ടിയവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉളുഹിയത്ത് കർമ്മവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ അങ്ങനെ ഉദ്ദേശം ഉണ്ടെങ്കിൽ മൃഗം വാങ്ങണ്ട. ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ മൃഗം വാങ്ങണമെന്നില്ല, ഉദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും ഇൻഷാ അല്ലാഹ്. അങ്ങനെയെങ്കിൽ നഖം, മുടി പോലെയുള്ളതൊക്കെ ദുൽഹിജ്ജയുടെ ആദ്യ രാവ് മുതൽ ശരീരത്തിൽ നിന്നും പൊഴിഞ്ഞു പോവാതെ സൂക്ഷിക്കണം എന്നത് ഓർമ്മപ്പെടുത്താണ്. എന്തിനാണ്? അതിന്റെ പ്രതിഫലം പൂർണ്ണമായും നമുക്ക് ഇഹ്റാമിൽ ഹാജ് സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിച്ച് അതിന്റെ പ്രതിഫലം ഹജ്ജോളം വരുമെന്നൊക്കെ ആ മഹാന്മാർ പറഞ്ഞത്. അത് കരസ്ഥമാക്കാൻ വേണ്ടി ഉളുഹിയത്ത് കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച ആളുകളുടെ ജീവിതത്തിൽ ഒരു സൂക്ഷ്മത വേണം. ഉളുഹിയത്ത് കർമ്മം നടന്ന ഉടനെ തന്നെ ദുആ ഉത്തരം ഉണ്ട് എന്ന ആ സന്ദർഭത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. തുടങ്ങുന്ന കാര്യങ്ങൾ മനസ്സിലുണ്ടാവട്ടെ എന്ന് ഉപദേശിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. പാലമലയിൽ താമസിച്ചിരുന്ന ബഹുമാന്യനായ നവാസ് എന്ന സഹോദരന് വേണ്ടി ദുആരക്കാൻ പരിപൂർണ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ, പ്രയാസങ്ങൾക്ക് നീ കൂലി നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഹലാലായ മുറാദ് ഹാസിലാകുന്നതിന് വേണ്ടി ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഏതെങ്കിലും സാമ്പത്തിക ആവശ്യങ്ങളാണെങ്കിൽ നീ നിറവേറ്റണേ അല്ലാ. നിന്റെ പള്ളിക്ക് സംഭാവനകൾ ചെയ്തവരിൽ ബറക്കത്ത് ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ പഠനം നീ ഐശ്വര്യത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഈ വർഷത്തെ ഉളുഹിയ കർമ്മം നീ മനോഹരമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹാജിമാർക്ക് നീ ആഫിയത്ത് കൊടുക്കുക അല്ലാ. ഖബൂലിയത്തുള്ള അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, വൈകാത്ത ഭാവിയിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മം ചെയ്യാൻ ഞങ്ങൾക്കും കുടുംബത്തിനും നീ തൗഫീഖ് നൽകണേ അല്ലാ. മരണപ്പെട്ടവർ ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവരെല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.